വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 370-ലധികം സീറ്റുകൾ നേടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഭാരത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗാൾ, ഒഡീഷ, തെലങ്കാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് കാര്യമായ നേട്ടമുണ്ടാകും. കേരളത്തിലും തമിഴ്നാട്ടിലും സ്ഥിതി BJPക്ക് അനുകൂലമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ BJPയോട് അടുപ്പം കാണിക്കുന്നുണ്ട്, അമിത് ഷാ പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ BJPയിൽ നിന്നുള്ള ഒരു നേതാവിന് വൻ പിന്തുണ ലഭിക്കുന്നത് ഇതാദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സാഹചര്യത്തെപ്പറ്റി ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടിക്ക് നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒഡീഷയിൽ സഖ്യം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒറ്റക്കാണ് ഞങ്ങൾ മത്സരിക്കുന്നതെങ്കിൽ സംസ്ഥാനത്ത് സർക്കാരുണ്ടാക്കാനായി ഞങ്ങൾ പോരാടും. ബീഹാറിൽ നിതീഷ് ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന് അമിത് ഷാ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ 41-ലധികം സീറ്റ് പാർട്ടി നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ധവ് താക്കറെയുടെ പുത്രസ്നേഹം ശിവസേനയെ തകർത്തു. മകളോടുള്ള അമിത സ്നേഹം ശരത് പവാറിൻ്റെ NCPയെയും തകർത്തു എന്നും അമിത് ഷാ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ BJP 25 സീറ്റ് നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. എന്തിനാണ് സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യധാന്യ കരിഞ്ചന്തയിൽ വിൽക്കുന്നത്? ഹർനൽ ജൽ പദ്ധതി സംസ്ഥാനം നടപ്പാക്കാത്തത് എന്തുകൊണ്ടാണ്? എന്തിനാണ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത്? ഒരു വനിതാ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമായിട്ട് കൂടി സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ എത്ര ക്രൂരമായാണ് അപമാനിക്കപ്പെട്ടത്? അമിത് ഷാ ചോദിച്ചു. 2026-ൽ നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 235 സീറ്റ് നേടി വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് സാധിക്കുമെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ-സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം വീണ്ടും മോദി സർക്കാർ എന്ന് രാജ്യം മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവരുടെ അനുഗ്രഹം തനിക്കുണ്ട്, അതിനാലാണ് അവരെ പോലും അധിക്ഷേപിക്കാൻ ചിലർ തയ്യാറാകുന്നതെന്നും മോദി പറഞ്ഞു. ഒരു കാലത്തെ ഭീകരവാദത്തെ ഉപയോഗിച്ചിരുന്നവർ ഇപ്പോഴത്തെ പുതിയ ഭാരതത്തിൽ എവിടെയുമില്ലെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരവാദത്തോട് സന്ധി ചെയ്താൽ കനത്ത തിരിച്ചടിയാണ് ഫലമെന്ന് അത്തരക്കാർ തിരിച്ചറിഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് തയ്യാറാണെന്നും അടുത്ത 25 വർഷത്തേക്കുള്ള റോഡ് മാപ്പും 3-ാം സർക്കാരിൻ്റെ ആദ്യത്തെ 100 ദിവസത്തെ പദ്ധതിയും തയ്യാറാക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി അവർ വീണ്ടും തന്നെ അപമാനിക്കുകയാണെന്നും ഇത് 104-ാം തവണയാണെന്നും അദ്ദേഹം പറഞ്ഞു. അവർ എന്നെ ഔറംഗസേബ് എന്ന് വിളിച്ചു, എൻ്റെ തലയെടുക്കുമെന്നും പ്രഖ്യാപിച്ചു, മോദി ചൂണ്ടിക്കാട്ടി.